ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വഴുതിനങ്ങ കൊണ്ടൊരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അത് ഞാനിവിടെ ഒരു വലിയ വഴുതിനങ്ങ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ്. എല്ലാ ഭാഗവും ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഞാനിത് ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഒന്ന് കഴുകണം. അതായത് മേലെ ഭാഗം കറുപ്പിങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകും. കഴുകിക്കഴിഞ്ഞാൽ ഞാനിത് കഴുകിയതിന് ശേഷം ഒന്ന് മുറിച്ച് നോക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വഴുതിനങ്ങയിൽ ചില സമയം ഒരു പുഴു ഉണ്ടാവും. അപ്പോൾ അതുണ്ടോ എന്നുള്ളതൊന്ന് മുറിച്ചിട്ട് നോക്കുക. ഇല്ലെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിക്കിൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. അതിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ഒരു 2-3 ടേബിൾ സ്പൂണ് പുളി വേണം. നല്ല കട്ടിയുള്ള പുളി തന്നെ എടുക്കുക. അത് നമ്മുടെ പുളിയുടെ അളവനുസരിച്ചിട്ട് നമുക്ക് എത്ര പുളി വേണോ അത്ര. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതായത് 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തിട്ട് 1.5 കപ്പ് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പോ പുളിപ്പോ എന്തെങ്കിലും വേണോ എന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആ വഴുതിനങ്ങൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വഴുതിനങ്ങ ഓൾറെഡി കുക്ക് ആയതാണ്. എന്നാലും 3-4 മിനിറ്റോളം ഇതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ട് തന്നെ 3-4 മിനിറ്റ് തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്